നമസ്കാരം. മലയാള ബാല സാഹിത്യത്തിൽ തിളങ്ങി നിൽക്കുന്ന രചനകളിൽ ഒന്നാണ് ഒരു കുടയും കുഞ്ഞു പെങ്ങളും. ബന്ധങ്ങളുടെയും സ്നേഹത്തിന്റെയും ആഴത്തെ വാക്കുകളിലൂടെ ലളിതമായും ഹൃദയസ്പർശിയായും അവതരിപ്പിക്കുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായിരുന്ന ശ്രീ മുട്ടത്ത് വർക്കി രചിച്ച വളരെ മനോഹരമായ ഒരു നോവലാണിത്. അമ്മയും അച്ഛനും മരണപ്പെട്ട സഹോദരങ്ങളാണ് ലില്ലിയും ബേബിയും. അവർ താമസിക്കുന്നത് അമ്മയുടെ സഹോദരിയായ പേരമ്മയുടെ കൂടെയാണ്. പേരമ്മ എപ്പോഴും അവരെ ഉപദ്രവിക്കുമായിരുന്നു. നല്ല വസ്ത്രങ്ങളോ കഴിക്കാൻ ഭക്ഷണമോ പോലും അവർക്കുണ്ടായിരുന്നില്ല. ഒരു ദിവസം നല്ല മഴയുള്ള ദിവസമാണ് കഥ ആരംഭിക്കുന്നത്. അവരുടെ അടുത്ത് കുടയില്ലായിരുന്നു. അങ്ങനെ ആ മഴയത്ത് കുടയില്ലാത്ത തന്റെ കുഞ്ഞു പെങ്ങൾ ലില്ലിയോട് അപ്പുറത്തെ പൂമംഗലം വീട്ടിലെ ഗ്രേസിയുടെ കുടയിൽ വന്നോളാൻ പറഞ്ഞ് ബേബി മഴയത്ത് ഓടി. എന്നാൽ അഹങ്കാരിയായ ഗ്രേസി ലില്ലിയെ തന്റെ കുടയിൽ കയറ്റിയില്ല. അങ്ങനെ ചളിയിൽ വീണ് നനഞ്ഞു കുളിച്ച് ലില്ലി ക്ലാസ്സിലെത്തിയപ്പോൾ കുട്ടികൾ കളിയാക്കി ചിരിച്ചു. പോരാത്തതിന് അധ്യാപിക അവളെ ക്ലാസ്സിൽ കയറ്റിയതുമില്ല. തന്റെ പെങ്ങളെ കുടയിൽ കയറ്റാതിരുന്ന ഗ്രേസിയുടെ നെറ്റിയിൽ കല്ലെറിഞ്ഞുകൊണ്ട് ബേബി തന്റെ അമർഷം പ്രകടിപ്പിക്കുന്നു. എന്നാൽ പോലീസ് പിടിക്കുമെന്ന് ഭയന്ന് 11 വയസ്സുകാരനായ ബേബി തന്റെ കുഞ്ഞു പെങ്ങളോട് മനോഹരമായ ഒരു കൊച്ചുകുടയുമായി വരാമെന്ന് വാക്ക് നൽകി നാടുവിടുന്നു. പിന്നീട് പട്ടണത്തിലെത്തിയ ബേബി ഒരു ജോലി കണ്ടുപിടിക്കുകയും അങ്ങനെ കുട വാങ്ങാനായി പൈസ സ്വരൂപിക്കാനും തുടങ്ങി. സ്റ്റാൻഡിൽ ചുമടെടുക്കലായിരുന്നു അവന്റെ ജോലി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു സ്ത്രീയുടെ പേഴ്സ് അവന്റെ അടുത്ത് വീണു. ആ സ്ത്രീ അതറിഞ്ഞില്ല. അവൻ അതെടുത്ത് പോക്കറ്റിലിട്ട് ദൂരെ പോയി എണ്ണി നോക്കി. ഒരു കുട വാങ്ങാനുള്ളതിലും അധികം കാശ് അതിലുണ്ടായിരുന്നു. എന്നാൽ ബസ് സ്റ്റാൻഡിൽ തിരിച്ചെത്തിയ ബേബിക്ക് ആ സ്ത്രീ കരയുന്നത് സഹിക്കാനായില്ല. അവന്റെ മനസ്സലിഞ്ഞു. അവൻ അത് അവർക്ക് കൊടുത്തു. ആ സ്ത്രീ അതിനു പകരമായി ഒരണ അവന് നൽകി. അങ്ങനെ സ്വരൂപിച്ചു വെച്ച കാശ് ഒരു കുട വാങ്ങാനുള്ള അത്രയുമായി. പെട്ടെന്ന് അത് കാണാനായി. യഥാർത്ഥത്തിൽ അത് അവനൊപ്പം സ്റ്റാൻഡിലുണ്ടായിരുന്ന മറ്റൊരു കുട്ടി മോഷ്ടിച്ചതാണെന്ന് അവന് മനസ്സിലായി. എന്നാൽ മറ്റു കുട്ടികൾ ആരും തന്നെ ബേബിയുടെ വാദം അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവനെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അവൻ ആ ജോലി ഉപേക്ഷിച്ചു. ഇതിനിടെ പേരമ്മയുടെ പീഡനം സഹിക്കാതായപ്പോൾ ലില്ലി വീട് വിട്ടിറങ്ങി. വഴിയിൽ വെച്ച് ഒരു കാർ വരുന്നത് കണ്ട് അത് തന്റെ ഇച്ചാച്ചനാണെന്ന് കരുതി അവൾ ആ വണ്ടിക്ക് പിറകെ ഓടി. ആ കാറിലുണ്ടായിരുന്നത് ഡോക്ടർ ജോണും കുടുംബവുമായിരുന്നു. അവർ അവളെ മകളായി സ്വീകരിച്ചു. കൂടാതെ ബേബിയെ കണ്ടുകിട്ടാനായി പത്രപരസ്യം നൽകി. എന്നാൽ ഹോട്ടലിൽ പണി ചെയ്തുകൊണ്ടിരുന്ന ബേബിയുടെ കോലം ആകെ മാറിപ്പോയിരുന്നു. കൂടാതെ പേര് പറഞ്ഞത് ബാലൻ എന്നുമായിരുന്നു. ഒടുവിൽ ഹോട്ടൽ ഉടമ അവനെ പറഞ്ഞു വിട്ടു. കരഞ്ഞുകൊണ്ട് നിന്ന അവനെ പണ്ടവൻ സഹായിച്ച ആ സ്ത്രീ കൂട്ടിക്കൊണ്ടുപോയി. സൗദാമിനി എന്നായിരുന്നു അവരുടെ പേര്. ചെറിയ ജോലി ചെയ്ത് ജീവിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് സൗദാമിനിയുടെ വിവാഹം കഴിയുന്നതും ബേബി വീണ്ടും തനിച്ചാകുന്നതും. ലില്ലി ആവട്ടെ പഠനത്തിനും ഡാൻസിനും എല്ലാത്തിനും മിടുക്കുകാട്ടി ആഡംബര ജീവിതം നയിച്ചു. എങ്കിലും ഒരു നൊമ്പരം ബാക്കിയായിരുന്നു. ഡോക്ടർ ജോണും ഭാര്യയും നല്ലവരായിരുന്നു. ബേബിയെ പിന്നീട് ഒരു ദിവസം സൗദാമിനി ഒപ്പം കൊണ്ടുപോയി. സൗദാമിനി തന്റെ മരിച്ചുപോയ അപ്പുക്കുട്ടനെയാണ് ബേബിയിൽ കണ്ടത്. അവൻ അവിടെ ഒരു വേലക്കാരനെ പോലെ കഴിഞ്ഞു. ലില്ലിയെയും ഡോക്ടറുടെ മകളായ മോളിയെയും സംഗീതം പഠിപ്പിച്ചിരുന്നത് സൗദാമിനി ആയിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് പ്രദർശനം കാണാൻ ബേബി പോയത്. അന്ന് ലില്ലിയോട് സാദൃശ്യമുള്ള ഒരു കുട്ടിയെ അവൻ ഒരു കാറിൽ വെച്ച് കണ്ടു. പിറ്റേന്ന് ആ കാറ് പോയ ദിശയിൽ അവൻ പോയി നോക്കി.
എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ആ സമയം സൗദാമിനിയുടെ വീട് കൊള്ളയടിക്കപ്പെട്ടു. ബേബിക്ക് മേൽ സംശയത്തിന്റെ കരിനിഴൽ വീണു. അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. രാത്രിയായപ്പോൾ ഇടിയും മഴയും കനത്തു. സൗദാമിനിക്ക് ഭയമേറി. താമസിക്കാൻ ഒരു ഇടം പോലും ഇല്ലാതെ ഈ മഴയത്ത് അവൻ എന്തു ചെയ്യും? പിറ്റേന്ന് രാവിലെ കോലായിൽ അവശനായി ബേബി കിടക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ ജോൺ അവനെ ചികിത്സിക്കുന്നു. അപ്പോഴാണ് ലില്ലിയെ അവൻ കണ്ട ആ കാർ അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ലില്ലി തന്റെ ലില്ലിയാണെന്ന് അവൻ സൗദാമിനിയോട് പറഞ്ഞു. അങ്ങനെ സൗദാമിനി ഡോക്ടറുടെ വീട്ടിൽ ചെന്ന് ലില്ലിയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് സത്യം മനസ്സിലാക്കി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവർ രണ്ടുപേരും കണ്ടുമുട്ടി. വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. ബേബി ഡോക്ടർ ബേബിയായി. അവൻ ഡോക്ടർ ജോണിന്റെ മകൾ മോളിയെ വിവാഹം ചെയ്തു. ലില്ലിയുടെയും ഡോക്ടർ ജോണിന്റെ മകന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു. ആ ഇടക്കാണ് അതിസാഹസികമായ ഒരു ഓപ്പറേഷൻ വഴി ഒരു സ്ത്രീയെ ബേബി രക്ഷിക്കുന്നത്. ആ യുവതിയും ഭർത്താവും പണവുമായി അവനെ കാണാൻ വന്നു. എന്നാൽ അവൻ ആ പണം നിരസിച്ചു. പകരം ഒരു കുഞ്ഞു കുടയാണ് അവൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ അവർ കൊണ്ടുവന്ന കുട അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി അവൻ അത് ലില്ലിക്ക് സമ്മാനിച്ചു. എല്ലാവരും അന്തം വിട്ടു നിന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ല. അത് ശരിക്കും ഒരു മധുര പ്രതികാരമായിരുന്നു. ആ യുവതി മറ്റാരുമായിരുന്നില്ല, ആ പഴയ അഹങ്കാരിയായ ഗ്രേസിയായിരുന്നു. ബേബി നാട് വിടാൻ കാരണമായ, ലില്ലിയുടെയും ബേബിയുടെയും ജീവിതം ആകെ മാറ്റിമറിച്ച സംഭവങ്ങളുടെ എല്ലാം തുടക്കക്കാരി. ഇത്രയുമായി കഥ അവസാനിക്കുകയാണ്. ലളിതമായ ഭാഷയിൽ ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിൽ രചിച്ചിരിക്കുന്ന മനോഹരമായ ഒരു കൃതിയാണ് ഒരു കുടയും കുഞ്ഞു പെങ്ങളും.